സർവ്വഭൂമിയും യഹോവൻ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ 6. ഒന്നാമത്തെ വായനാ ഭാഗം ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായം. ഇയ്യോബ് തന്റെ ഭാഗം പറഞ്ഞു കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അതാണല്ലോ വായിച്ചത്. ഇന്ന് ഈ 8-ാം അധ്യായത്തിൽ അദ്ദേഹത്തെ കാണാൻ വന്ന 3 കൂട്ടുകാരിൽ മറ്റൊരാളായ ബിൽദാദ് ഈ ഇയ്യോബിന്റെ 6-7 അധ്യായങ്ങളുടെ സംസാരിച്ചതിൻ്റെ മറുപടിയായിട്ട് പറയുകയാണ്. നീ ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്നുണ്ടെന്നാണ്. നീ ഒരുപാട് സംസാരിക്കും. നീ ഇങ്ങനെ എത്രത്തോളം സംസാരിക്കും? നിന്റെ വായിലെ വാക്കുകൾ വൻകാറ്റ് പോലെ ഇരിക്കും. അവിടെ നീ നിന്നെ തന്നെ ന്യായം പറയുകയാണ്. നീ മക്കളെ ന്യായം പറയുകയാണ്. അവർക്ക് സർവശക്തന്റെ ശിക്ഷയാണ് വന്നത്. അവർ ചെയ്ത കുറ്റത്തിൻ്റെ, അവരുടെ തെറ്റിൻ്റെ വലിപ്പം അത്രയേ ഉള്ളതുകൊണ്ട് അവരെ ശിക്ഷിച്ചതാണ്. ദൈവം ഒരിക്കലും അനീതി ചെയ്യുന്നവനല്ല. ദൈവം ന്യായം മറിച്ച് കളയുന്നവനല്ല. ദൈവം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ കാര്യമുണ്ട്, കാരണമുണ്ട്. എന്നിട്ട് പറയാണ്, നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരുള്ളവനും ആണെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. അപ്പം നിന്റെ ഭാഗത്ത് ന്യായവും നീതിയും ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ദൈവത്തിൽ നിന്ന് അനുകൂലമായൊരു കാര്യം കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ അനുകൂലമല്ലാത്ത കാര്യങ്ങളിപ്പോൾ നിന്റെ മക്കൾക്ക് ഉണ്ടായത്, അവരുടെ വസ്തുവകൾക്കുണ്ടായത്, പിന്നെ നിനക്ക് ഇപ്പം ശരീരത്തിൽ ഉണ്ടായ ഈ വ്രണം, അസുഖം ഒക്കെ അതിന് കാരണമുണ്ടെന്നാണ് ബിൽദാദ് എന്ന ഈ സുഹൃത്ത് പറയുന്നത്. പക്ഷെ കാഴ്ചയിലാലുള്ളൊരു വിധി വിധിച്ചാൽ അങ്ങനെ എല്ലാവർക്കും വിധിക്കാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു കഷ്ടം ഈ മനുഷ്യർക്കൊക്കെ വരുന്നത്? പക്ഷെ ഇതിൻ്റെ ഒരു പശ്ചാത്തലം വായിച്ചു വരും നമുക്കറിയാം എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നുള്ളത്. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരുവൻ തൻ്റെ ദാസനായ, തൻ്റെ ഭക്തനായ ഒരുവനെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസം അവൻ്റെ യഥാർത്ഥ വിശ്വാസമല്ല, അവൻ യഥാർത്ഥ വിശ്വാസിയല്ല, അവൻ സാഹചര്യങ്ങൾ മാറുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുന്നവനാണ് എന്ന് പറയുമ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് വായനക്കാർക്കായി നമുക്കറിയാം. എന്നാൽ ബിൽദാദിനോ എലീഫസിനോ അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരനോ ഒന്നും ഈ വിവരം അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ അവർ അന്ന് വന്നവരാണ്. നമ്മൾ പിന്നെ ഇത് വായിക്കുന്നവരാണല്ലോ, വായിച്ച് മനസ്സിലാക്കുന്നവരാണല്ലോ. അവരാ സമയത്ത് ആ സ്ഥലത്ത് നമ്മൾ അന്ന് ജീവിച്ചവരല്ല. അത് ഈ കൂട്ടുകാരെന്ന് പറയുന്നവർ അന്ന് ആ സാഹചര്യങ്ങൾ കണ്ട്, അനുഭവിച്ച കഷ്ടത കണ്ട് നേരിട്ട് വന്നവർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നവരാണ്. അവരുടെ അനുഭവവും അവരുടെ അറിവും വെച്ചിട്ട് ഇത്രയും വലിയൊരു പ്രശ്നങ്ങൾ വരണമെങ്കിൽ അത് ദൈവത്തിൻ്റെ ശിക്ഷയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് യാതൊരു സംശയമില്ലാതെ എല്ലാവർക്കും പറയാൻ പറ്റുന്ന പോലെ അവരും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരെയും കുറ്റം പറയാനൊക്കില്ല. എന്നിട്ട് പറയാൻ, നീ പണ്ടത്തെ തലമുറയോട് ചോദിച്ചു നോക്ക്, അവരുടെ പിതാക്കന്മാരുടെ അന്വേഷണ ഫലം ഗ്രഹിച്ചു മനസ്സിലാക്ക്. നാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരുമല്ലോ. പക്ഷേ നമ്മുടെ ഭൂമിയിൽ നമ്മുടെ പിതാക്കന്മാരുണ്ട്. അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ എൻ്റെ ശരിയായ കാര്യം. ദൈവത്തെ മറക്കുന്ന എല്ലാവരുടെയും പാത അങ്ങനെ തന്നെ എന്നാണ് വീണ്ടും ബിൽദാദ് പറയുന്നത്. എന്നിട്ട് എൻ്റെ അവസാന ഭാഗം ഒരു കാര്യം കൂടെ ബിൽദാദ് പറയുന്നുണ്ട്. ദൈവം നിഷ്കളങ്കരെ നിരസിക്കില്ല, എന്നാൽ ദുഷ്പ്രവർത്തിക്കാരെ താങ്ങുകയുമില്ല. അപ്പം ദൈവത്തിൻ്റെ സഹായം ദുഷ്പ്രവർത്തിക്കാർക്കില്ല. എന്നാൽ അവൻ നിഷ്കളങ്കനാണെങ്കിൽ ദൈവം അവനെ നിരസിക്കില്ല, അവനെ ഒഴിവാക്കില്ല, അവനെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചതെല്ലാം തെറ്റുകളുടെയും കുറ്റങ്ങളുടെയും അല്ലെങ്കിൽ പാപത്തിൻ്റെയും ഒക്കെ ശിക്ഷയാണ്, അല്ലെങ്കിൽ പരിണിതഫലമാണ് എന്ന് തന്നെയാണ് ബിൽദാദും ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. രണ്ടാമത്തെ വായനാ ഭാഗം മീഖ പ്രവചനം 3-4 അധ്യായങ്ങൾ. ഇവിടെ മീഖ എന്ന ദൈവത്തിൻ്റെ ദാസൻ തന്നെ പറയുന്നതായിട്ട്, എന്നാൽ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് തന്നെയാണ് പറയുന്നത്. അത് ഞാൻ അങ്ങനെ തന്നെയാണ്, ദൈവം പറയുന്നതല്ല, ഞാൻ തന്നെയാണ് പറയുന്നത് എന്ന് പറയുന്നതിന് ഒരു തെളിവ് അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഉണ്ട്. എങ്കിലും ഞാൻ യാക്കോബിനോട് അവൻ്റെ അതിക്രമവും ഇസ്രായേലിനോട് അവൻ്റെ പാപവും പ്രസ്താവിക്കേണ്ടതിന് യഹോവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട്
നിറഞ്ഞിരിക്കുന്നു എന്ന് 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ ഞാൻ എന്ന് പറയുന്നത് അത് പ്രവാചകൻ തന്നെ പറഞ്ഞു എന്ന അർത്ഥത്തിലാണ്. അത് യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ വാക്കല്ല, അത് ദൈവത്തിൻ്റെ വാക്ക് തന്നെയാണ്, അത് യാതൊരു സംശയമില്ല എന്ന് പക്ഷേ പറയുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞത് യാക്കോബിൻ്റെ തലവന്മാരും ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അധിപതിയുമായുള്ളവരെ കേൾപ്പിൻ. അപ്പം നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ കണ്ടതും അത് തന്നെയാണ്. മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന തെറ്റുകൾ, മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന അതിക്രമങ്ങൾ, മനുഷ്യൻ തന്നെ മനുഷ്യനോട് ചെയ്യുന്ന ചൂഷണങ്ങൾ എല്ലാം മനുഷ്യനോട് തന്നെയാണല്ലോ. ദൈവത്തോട് ഒരാൾ തെറ്റ് ചെയ്യും. ദൈവം എല്ലാ കൽപ്പനകളും പറയുന്നത് എന്താണ്? നീ അന്യൻ്റെ മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒന്നും മോഷ്ടിക്കാനില്ലല്ലോ, മനുഷ്യൻ്റെതല്ലേ മോഷ്ടിക്കാനുള്ളൂ. നീ മറ്റൊന്നും മോഹിക്കരുത് എന്ന് പറഞ്ഞാൽ അന്യൻ്റെതല്ലേ മോഹിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാം മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെയാണ് ഈ കൽപ്പനകളും പാപങ്ങളും ഒക്കെ കിടക്കുന്നത്. അത് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അത് ദൈവത്തോട് ചെയ്യുന്നതായി മാറും. മറ്റൊരുത്തൻ്റെ ഒരു കൊലപാതകം ചെയ്താൽ ചെയ്യുന്നത് ആരെയാണ്? മനുഷ്യനാണ് കൊല്ലുന്നത്. പക്ഷേ അത് പാപം ചെയ്യുന്നത് ദൈവത്തോടാണ്. കാരണം അങ്ങനെ ചെയ്യരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുള്ളതിനാൽ കൊല്ലുന്നത് മനുഷ്യനെ ആയാലും പാപം ചെയ്യുന്നത് ദൈവത്തോടായി മാറും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാം മനുഷ്യരോട് തന്നെയാണ്. ഇവിടെ ഈ മനുഷ്യർ അധികാരികളായവർ, അല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ടല്ലോ അധിപതിയായുള്ളവർ, തലവന്മാരായിട്ടുള്ളവർ, അവർ ബലഹീനരായവരെ, ദരിദ്രരായവരെ, എളിയവരെ അവർ പീഡിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഇവിടെ പറയുന്നുണ്ട് അവരുടെ നിങ്ങൾ തിന്മയെ ഇച്ഛിക്കുന്നു, നിങ്ങൾ അവരുടെ മേൽ നിന്ന് അവരുടെ മാംസം പറിച്ചു കളയുന്നു. അപ്പോൾ അവരെ ഉപദ്രവിക്കുന്നതിനെ സംബന്ധിച്ചാണ്. നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ മാംസം തിന്ന് അവരുടെ ത്വക്ക് അവരുടെ മേൽ നിന്ന് ഉരിഞ്ഞു കളയുന്നു. നിങ്ങൾ അവരുടെ അസ്ഥികളെ ഒടിച്ച് കലത്തിലിടുവാൻ എന്ന പോലെയും. അപ്പം അവരുടെ അസ്ഥികളെടുത്ത് കലത്തിലിട്ട് കുട്ടകത്തിനകത്ത് മാംസം പോലെയും അവരെ ഇല്ലാതാക്കുന്നു എന്നാണ്. എന്നിട്ട് ഈ പ്രവാചകന്മാരെ കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട് ഒരു കാര്യം. അതിൽ പ്രവാചകന്മാർക്ക് പറയാൻ പറ്റുന്നൊരു കുറ്റം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എൻ്റെ ജനത്തെ തെറ്റിച്ച് കളയുകയും പല്ലിന് കടിപ്പാൻ വല്ലതും ഉണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് സമാധാനം പ്രസംഗിക്കുകയും എന്നാൽ അവരുടെ വായിലൊന്നും ഇട്ടുകൊടുക്കാത്തവൻ്റെ നേരെ വിശുദ്ധ യുദ്ധം ഘോഷിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെ കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അപ്പോൾ ഈ ജനത്തെ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രവാചകന്മാരെ കുറിച്ച്, സാധാരണ പ്രമാണിമാർ മാത്രമല്ല, പ്രവാചകന്മാരായിരിക്കുന്നവർ, പുരോഹിതന്മാരായിരിക്കുന്നവർ, സഭയുടെ നേതൃത്വത്തിൽ നിൽക്കുന്നവർ, അല്ലെങ്കിൽ അധിപതിയായിട്ടുള്ള പ്രമാണിമായിട്ടുള്ളവരൊക്കെ ചെയ്യുന്ന കാര്യത്തെ സംബന്ധിച്ചാൽ അവർ പ്രവാചകന്മാരെ കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ദർശനമില്ലാത്ത രാത്രിയും ലക്ഷണം പറവാൻ കഴിയാത്ത ഇരുട്ടും ഉണ്ടാകും. പ്രവാചകന്മാർക്ക് സൂര്യൻ അസ്തമിക്കുകയും പകൽ ഇരുണ്ടു പോവുകയും ചെയ്യും. അപ്പോൾ ദർശകന്മാർ ലജ്ജിക്കും. കാരണം അവർക്ക് പറയാനൊന്നുമില്ല. ആളുകൾ വന്ന് ദർശനം ചോദിച്ചാൽ പറയാനൊന്നുമില്ല. പിന്നെ കള്ളം പറയണം. ലക്ഷണം പറയുന്നവർ നാണിക്കും. ദൈവത്തിൻ്റെ ഉത്തരമില്ലായക കൊണ്ട് അവരൊക്കെയും വായ് വത്തും. എങ്കിലും ഞാൻ യാക്കോബിനോട് എൻ്റെ അതിക്രമവും എൻ്റെ ഇസ്രായേലിനോട് അവൻ്റെ പാപവും പ്രസ്താവിക്കേണ്ടതിന് യഹോവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആര്? മീഖ എന്ന ഈ ദൈവത്തിൻ്റെ ദാസൻ. ന്യായം വെറുക്കുകയും ചൊവ്വുള്ളതൊക്കെയും വളച്ചു കളയുകയും ചെയ്യുന്ന യാക്കോബ് ഗൃഹത്തിൻ്റെ തലവന്മാരും ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അധിപതിയായുള്ളവരെ കേൾപ്പിൻ. അവർ സിയോനെ രക്തപാതകം കൊണ്ടും യെരൂശലേമിനെ ദ്രോഹം കൊണ്ടും പണിയുന്നു. അതിൻ്റെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു. അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു. അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയും. അപ്പോൾ ഈ തലവന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും ഒക്കെ ആ ജനസമൂഹത്തിൻ്റെ ഉന്നതന്മാരാണ്. അവരുടെ ഇടയിൽ ബഹുമാനമുള്ളവരാണ്, അവരുടെ മേൽ അധികാരമുള്ളവരാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്, ഇപ്പോൾ വായിച്ചത്. യഹോവ അവരുടെ ഇടയിൽ ഇല്ലയോ, യഹോവ നമ്മുടെ ഇടയിൽ ഇല്ലയോ, അനർത്ഥം നമുക്ക് വരികയില്ല. അപ്പോൾ ഈ പ്രവാചകന്മാർ പറയുന്നത് എന്താണ്? നമുക്ക് അനർത്ഥമൊന്നും വരത്തില്ല എന്ന് ആണ് അവരോട് പറയുന്നത്. പക്ഷെ അങ്ങനല്ല. മീഖ അടക്കമുള്ള ഈ പ്രവാചകന്മാരെല്ലാം പറയുന്നത്, ഇസ്രായേലെ, യഹൂദായ നിനക്ക് ദൈവത്തിൻ്റെ ശിക്ഷ വരുന്നു, മടങ്ങി വരിക എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ആ പ്രവചനം കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല. എന്നാൽ സുഖകരമായ പ്രവചനങ്ങൾ കേൾക്കാൻ ജനത്തിനും താല്പര്യമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മീഖ പ്രവചനത്തിലെ പ്രധാനപ്പെട്ട വാക്യമാണ് ഇപ്പം നമ്മൾ വായിക്കുന്നത്, ഒരു പ്രവചനമാണ്. അതുകൊണ്ട് നിങ്ങളുടെ നിമിത്തം സിയോൻ വയൽ പോലെ ഉഴും, യെരൂശലേം കൽക്കുന്നുകളും ആലയത്തിൻ്റെ പർവ്വതം കാട്ടിലെ മേടുകൾ പോലെയുമാകും. ഇതാണ് യിരെമ്യാ പ്രവാചകൻ 26-ാം അധ്യായത്തിൻ്റെ 18 യിരെമ്യാവ് കോട്ട് ചെയ്യുന്ന ഭാഗം, ആ പുസ്തകത്തിൽ പറയുന്ന ഭാഗം. യിരെമ്യാവ് കോട്ട് ചെയ്യുന്നല്ല പുസ്തകത്തിലുള്ളത്.
അപ്പോൾ അവിടെ ഈ ഭാഗം അവിടെ പറയുന്നുണ്ട്. അപ്പം മനസ്സിലാകുന്നത് മീഖാ പ്രവചനത്തിന് ശേഷമാണ് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം എഴുതപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം ഇത് ഇതൊരു പ്രധാനപ്പെട്ട ഒരു പ്രവചനമാണ്. ഇത് സംഭവിക്കുകയും ചെയ്തു മാത്രമല്ല ഇന്നും അതങ്ങനെ തന്നെ കിടക്കുകയാണ്. ഇന്നത് ഇസ്രായേലിൻ്റെ രാജ്യത്തിനകത്ത് ഇസ്രായേൽ യഥാസ്ഥാനപ്പെട്ടു എങ്കിലും അപ്പോൾ ആകേണ്ട പോലെ ആയില്ല. ദൈവം അവരെ മടക്കി വരുത്തുമെന്ന് പറഞ്ഞ പോലെ മടക്കി വരുത്തി. ഇതിലും ഈ അധ്യായം അടുത്ത് വരുന്ന അധ്യായത്തിലും പറയുന്നുണ്ട്, അവരെ ഞാൻ മടക്കി വരുത്തുമെന്ന്, സകലയിടത്തു നിന്ന് ചിതറിച്ച സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രദേശം വയൽ പോലെ ഉഴുതുമറിക്കപ്പെട്ടിരിക്കുകയാണ്. യെരൂശലേം കൽക്കുന്നുകളാക്കപ്പെട്ടിരിക്കുന്നു. ആലയത്തിൻ്റെ പർവ്വതം കാട്ടിലെ മേടുകൾ പോലെ ആയിരിക്കുന്നു. അതൊക്കെ അങ്ങനെ ആയി. നൂറ്റാണ്ടുകളോളം അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ആ ദേവാലയത്തിൻ്റെ അതേ സ്ഥാനത്ത് അതുപോലെ ആയിട്ടില്ല. ഇപ്പോഴും ആ ദേവാലയം ഇല്ല എന്ന് തന്നെയാണ്. ഈ 4-ാം അധ്യായത്തിൽ വായിക്കുന്ന ഒരു കാര്യം, ഈ ശിക്ഷകളൊക്കെയും പറയുമ്പോൾ പ്രത്യാശയുടെ ഒരു തുരുത്ത് അല്ലെങ്കിൽ വാക്കുകൾ എല്ലാ പുസ്തകങ്ങളിലും എവിടെയെങ്കിലും കാണും. എന്നാൽ അത് പൂർണ്ണമായി ഇപ്പോൾ ഇവിടെ വായിച്ചത് എന്താണ്? യെരൂശലേം നശിപ്പിക്കപ്പെടും, ആലയം തന്നെ ഇല്ലാതാകും എന്നാണ്. എന്നാൽ താഴെ വായിക്കുന്ന അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്കും മീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളിൽ ചെന്ന് വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവൻ്റെ പാതകൾ നടക്കുകയും ചെയ്യും എന്ന് പറയുമെന്നാണ്. ഇത് വായിക്കുന്ന ഒരു തെറ്റ് ചെയ്ത അല്ലെങ്കിൽ കുറ്റക്കാരായ ഒരാളെ സംബന്ധിച്ച് ശിക്ഷകളൊക്കെയും വായിച്ചു വരുന്നതിനിടയ്ക്കാണ് ഈ ആശ്വാസത്തിൻ്റെ വചനവും വായിക്കുന്നത്. അപ്പോൾ ശിക്ഷ ഇങ്ങനെ ഒക്കെ ആവുമെങ്കിലും അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം നേരെയാകും, അല്ലെങ്കിൽ അവർ ഉന്നതമായി മാറും എന്ന് പറയുമ്പം ചിലപ്പോൾ ഈ പറഞ്ഞ ശിക്ഷയെ ലഘുവായി കാണാനുള്ള ഇടയുണ്ട് എന്നുള്ളൊരു ചിന്ത അതിനകത്ത് വരികയാണ്. അങ്ങനെ സംഭവിക്കാം. വായിക്ക് വരുന്നവർക്ക് സിയോൻ ഇല്ലാതെ, അയ്യോ യെരൂശലേം ദേവാലയം ഇല്ലാതായി പോവുമല്ലോ എന്ന് വായിക്കുന്ന അതേ പുസ്തകത്തിൽ തന്നെ അതിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന വാക്കുകൾ വായിക്കുന്നുണ്ട്. ദൈവത്തിനകത്ത് ചെയ്യാതിരിക്കാനൊക്കത്തില്ല. ദൈവം തൻ്റെ ജനത്തോട് പറയാനിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ദൈവം പറയും, മറച്ചു വയ്ക്കില്ല. അതാണ് ദൈവത്തിൻ്റെ സ്വഭാവമാണത്. പക്ഷെ വായിക്കുന്ന മനുഷ്യർക്ക് അതെങ്ങനെ വേണേലും അതിനെ വ്യാഖ്യാനിക്കാനും ചിന്തിക്കാനും തീരുമാനമെടുക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യവും ദൈവത്തിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ യഹോവയുടെ ആലയമുള്ള പർവ്വതത്തെ സംബന്ധിച്ച് അന്ത്യകാലം ഇതുവരെ ആയിട്ടില്ല. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ അനേക ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് ദൂരത്തോളം വിധി കൽപ്പിക്കുകയും ചെയ്യും. ഇത് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ അവർ ഓരോരുത്തരും താന്താൻ്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന് കീഴിലും പാർക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ യഹോവയുടെ വായ് അത് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ അതൊരു യഥാസ്ഥാനത്തെപ്പെടുത്തലിനെ സംബന്ധിച്ച്, അവർ ഭയമില്ലാതെ കഴിയുന്നൊരു നാളിനെ സംബന്ധിച്ചൊക്കെയാണ് ഇവിടെ വായിക്കുന്നത്. രണ്ടും ഒരു പുസ്തകത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ആണ് രസകരമായ കാര്യം. അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുകയുള്ളൂ. ദൈവം ശിക്ഷ മാത്രമല്ല, ദൈവം നന്മ കൊടുക്കുന്ന നന്മയെ സംബന്ധിച്ചും ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ സംസാരിക്കുന്നുണ്ട്. എല്ലാ പുസ്തകത്തിലും അതുണ്ട്. മീഖായുടെ പുസ്തകത്തിലും യോവേലിൻ്റെ പുസ്തകത്തിലും നമ്മൾ തൊട്ടുമുമ്പ് വായിച്ച എല്ലാ പുസ്തകങ്ങളിലും ഇതുണ്ട് താനും. എന്നിട്ട് സകല ജാതികളും താങ്കളുടെ ദേവന്മാരുടെ നാമത്തിലാണല്ലോ നടക്കുന്നത്, അല്ലേ? അങ്ങനെയാണല്ലോ. ലോകത്തെല്ലാവരും യഹോവയുടെ നാമത്തിലല്ല, യഹോവ അറിയുന്നവരല്ല, താങ്കളുടെ നാമത്തിലാണ് നടക്കുന്നത്. നാമും നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ എന്നും എന്നേക്കും നടക്കും. അന്നാളിൽ മുടന്തി നടക്കുന്നതിനെ ഞാൻ ചേർത്തുകൊള്ളും, ചിതറിപ്പോയതിനെ ഞാൻ ക്ലേശിപ്പിച്ചതിനെ ശേഖരിക്കും. മുടന്തി നടക്കുന്നതിനെ ശേഷിപ്പിക്കുകയും അകന്നുപോയതിനെ മഹാജാതിയാക്കുകയും യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും അവരുടെ രാജാവായിരിക്കുകയും ചെയ്യും. അപ്പം ഇവിടെ അവരുടെ രാജാവായിരിക്കും എന്നാണ് പറയുന്നത്. ആദ്യം മുതൽ ഇസ്രായേലിൻ്റെ രാജാവ് യഹോവ തന്നെയാണ്. പക്ഷേ അവരുടെ ജനത്തിനത് അറിയില്ലായിരുന്നു. അവർ ശമൂവേൽ പ്രവാചകന്റെ കാലത്ത് ഞങ്ങൾക്ക് മറ്റുള്ള ജാതികളെ പോലെ ഒരു മനുഷ്യനായ രാജാവിനെ വാഴിച്ചു തരണമെന്ന് പറയുന്നു. അത് ദൈവത്തിന് ഹിതമല്ലായിരുന്നു. അതുപോലെ ഈ ശമൂവേൽ പ്രവാചകനും അഹിതമായിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞ് അവർക്ക് രാജാവിനെ വാഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ തുടർന്ന് ആദ്യത്തെ രാജാവും രണ്ടാമത്തെ രാജാവായ ദാവീദ് ഒക്കെ കാലത്ത് ദാവീദ് പറയുന്നുണ്ട്, യഹോവയുടെ ന്യായാസനത്തിലിരുന്നാണ് ഞാൻ ഭരിച്ചത്, യഹോവയുടെ ന്യായാസനത്തിലാണ് തൻ്റെ മകനായ ശലോമോൻ ഇരിക്കുന്നതാണ്. അപ്പോൾ രാജാവ് ആരെന്നുള്ള കാര്യത്തിൽ അവർക്കാർക്കും സംശയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് രാജാക്കന്മാർ, പിന്നെ രാജ്യം ഉണ്ടാവുകയും ആ രാജാക്കന്മാർ
മനുഷ്യരായ രാജാക്കന്മാർ യഹൂദായിലും ഇസ്രായേലിലും വാണു. എന്നാൽ എഹെസ്കേൽ പ്രവചനം 21-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും എന്ന് പറയുമ്പോൾ ആ മകുടത്തെയും കിരീടത്തെയും എടുത്തു കളയുകയാണ്. കിരീടം അവിടെ ഇല്ലാതാവുകയാണ്. വടക്കേ രാജ്യത്ത് അവസാനത്തെ രാജാവും തീർന്നു, അവിടെയും രാജാവില്ല, പിന്നെ യഹൂദയിലും രാജാവില്ല. എന്നാൽ എഹെസ്കേൽ 21-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, അതവിടെ ഇല്ലാതെ ഇരിക്കും, അതവിടെ ഉണ്ടാകുകയില്ല. എന്നാൽ ഞാനത് ഒരുവന് കൊടുക്കും. അവൻ വരും, അതിന് അവകാശമുള്ളവൻ വരുമ്പോൾ ഞാൻ അവന് കൊടുക്കും. അത് ഇനി ഒരു മനുഷ്യനായ ഒരു രാജാവിന് വേണ്ടി ആ ഒരു സിംഹാസനം ഇരിക്കുകയാണ്, അല്ലെങ്കിൽ കിരീടം കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു മനുഷ്യനായ രാജാവായിട്ട് വീണ്ടും ആ സിംഹാസനത്തിൽ അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക്, ആ ഒരു അധികാരത്തിലേക്ക് വരികയും ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് ഈ രാജാവ്, യേശുക്രിസ്തു എന്ന രാജാവ്, രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. അത് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 20 മുതൽ വായിക്കുമ്പം, 20 മുതൽ 28 വരെ, 1 കൊരിന്ത്യർ 15-ന്റെ 20 മുതൽ 28 വരെ വായിക്കുമ്പോൾ ഈ രാജാവായിരുന്ന ക്രിസ്തു യേശു തൻ്റെ പിതാവായ ദൈവത്തെ രാജ്യമേൽപ്പിക്കുകയും പിന്നെ രാജാവായി, ദൈവം സകലത്തിലും രാജാവായി മാറുന്ന കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും. ആദ്യകാലത്ത് ഇസ്രായേലിൻ്റെ രാജാവ് ദൈവമായിരുന്നതുപോലെ അവസാനവും ഇസ്രായേലിൻ്റെ രാജാവായി യഹോവ തന്നെ വാഴുന്ന കാര്യത്തെ സംബന്ധിച്ച് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു അറിവ് ഒരുപാട് പേർക്കുണ്ട്, എന്നാൽ ബഹുഭൂരിപക്ഷത്തിന് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഇന്നത്തെ കാര്യമല്ല പറയുന്നത്. ഞാനീ പറയുന്ന അറിവില്ലായ്മ എന്ന് പറയും, ഇന്നത്തെ കാലത്തും അറിയില്ല, ശരി തന്നെയാണ്. എന്നാൽ ഈ പുസ്തകത്തിൽ പറയുന്ന മിഖയുടെ കാലത്തൊക്കെയുള്ള, അല്ലെങ്കിൽ അതിനു മുമ്പ് അതിന് ശേഷമുള്ള പലർക്കും ഇത് യഹോവയാണ് തങ്ങളുടെ രാജാവ് എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ മനുഷ്യനായ രാജാവിനെ ആവശ്യപ്പെടുകയില്ലല്ലോ. അപ്പം അത് തന്നെ നമ്മളിവിടെ വായിക്കുന്നത്, യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും അവർക്ക് രാജാവായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ താഴോട്ട് ബാബേലിലേക്ക് പോകേണ്ടി വരുന്നതിനെക്കുറിച്ചും, ബാബേലിൽ വെച്ച്, അത് ശക്തമായ പ്രവചനം നമുക്ക് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണാൻ പറ്റും. ബാബേലിലേക്ക് പോകുന്നത് 70 വർഷത്തേക്ക് പോകുന്നതിനെ സംബന്ധിച്ചും 70 വർഷം കഴിഞ്ഞ കുറച്ചുകൂടെ കൃത്യതയുള്ള പ്രവചനം നമുക്ക് എന്നാൽ മിഖയുടെ പ്രവചനത്തിൽ പ്രവചനത്തിൽ ഈ പുസ്തകത്തിൽ അതുണ്ട് എന്നുള്ളതാണ്. അതും നേരത്തെ തന്നെ ദൈവം അറിയിച്ചിട്ടുള്ളത്, ബാബേലിലേക്ക് പോകേണ്ടി വരും. അത് യിരെമ്യാ പ്രവാചകൻ ശക്തിയായി തന്നെ പറയുന്നുണ്ട്. 70 വർഷത്തെ കാലയളവും അവിടെ പറയുന്നുണ്ട്. 70 വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ അവിടുന്ന് ഞാൻ മടക്കി വരുത്തും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബാബേലിലേക്ക് പോകേണ്ടി വരും. അവിടെ വെച്ച് നീ വിടുവിച്ചവരെ 3 ഘട്ടമായിട്ട് അവരെ തിരികെ കൊണ്ടുവന്നു ഇസ്രായേലിൽ പാർപ്പിച്ചു. അവിടെ വെച്ച് യഹോവ നിന്നെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഉദ്ധരിക്കും. നിങ്ങളുടെ കണ്ണ് സിയോനെ കണ്ട് രസിക്കേണ്ടതിന് അവൾ മലിനയായി തീരട്ടെ എന്ന് പറയുന്ന അനേക ജാതികൾ ഇപ്പോൾ നിനക്ക് വിരോധമായി കൂടിയിരിക്കുന്നു. എന്നാൽ അവർ യഹോവയുടെ വിചാരങ്ങൾ അറിയുന്നില്ല, അവൻ്റെ ആലോചന ഗ്രഹിക്കുന്നതുമില്ല. അപ്പോൾ ഇസ്രായേൽ ഇങ്ങനെ കഷ്ടതയിലും പ്രയാസത്തിലും ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്യന്തികമായ പദ്ധതിയെ സംബന്ധിച്ച് ഈ മറ്റു ജാതികളോ മറ്റു രാജ്യക്കാരോ മറ്റ് അധികാരികളോ ഒന്നും അറിയുന്നില്ല. അവർ വിചാരിക്കുന്നത് ഇതോടെ തീർന്നു എന്നുള്ളതാണ്. പക്ഷെ ദൈവത്തിന് ഇവരെ മടക്കി വരുത്തുവാനും യഥാസ്ഥാനപ്പെടുത്തുവാനും അവരെ നേരെ നടത്തുവാനും അവരെ ലോകത്തിലെ ഭൂമിയിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സ്ഥലത്തായി ഇരുത്തുവാനും ദൈവത്തിന് താല്പര്യമുണ്ട് എന്നുള്ളത് അവർ ഗ്രഹിക്കുന്നില്ല. കറ്റകളെ പോലെ അവൻ അവരെ കളത്തിൽ കൂട്ടുമല്ലോ. സിയോൻ പുത്രി എഴുന്നേറ്റ് മെതിക്കുക, ഞാൻ നിന്നെ കൊമ്പിനെ ഇരുമ്പും നിന്റെ കുളമ്പുകളെ താമ്രവുമാക്കും. നീ അനേക ജാതികളെ തകർത്ത് കളയും. അതും സംഭവിക്കാണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവർ അനേക ജാതികളെ തകർത്ത് കളയും. പക്ഷേ ഇതൊക്കെ വായിക്കുമ്പം ഇത് മനുഷ്യൻ എഴുതിയതല്ലേ എന്ന് ഇത് അറിവില്ലാത്തവർ അല്ലെങ്കിൽ മറ്റു ജാതികൾ ഇത് വായിക്കുമ്പോൾ അവർക്ക് തോന്നും, ഇത് മനുഷ്യനല്ലേ എഴുതി വെച്ചിരിക്കുന്നത്, ഇസ്രായേൽ അവരെക്കുറിച്ച് തന്നെ എഴുതിയതല്ലേ, മീഖ അവരുടെ ജാതിയെക്കുറിച്ച് എഴുതിയതല്ലേ എന്ന് തോന്നും. എന്നാൽ ബൈബിൾ ഉടനീളം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇതിലെ പ്രവചനങ്ങൾ, അനേക പ്രവചനങ്ങൾ, നിവൃത്തിയായ പ്രവചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് മനുഷ്യൻ എഴുതിയത് തന്നെയാണ്. മനുഷ്യൻ എഴുതിയ പ്രവചനങ്ങൾ അതുപോലെ സംഭവിക്കണമെങ്കിൽ അത് മനുഷ്യനാൽ സാധിക്കുകയില്ല, അത് ദൈവത്താൽ സാധിക്കുകയുള്ളൂ. പക്ഷേ മനുഷ്യൻ എഴുതുമ്പോൾ മനുഷ്യൻ്റെ സ്വന്തത്തിൽ നിന്നല്ല എഴുതുന്നത്. മനുഷ്യന് ദൈവം അവരുടെ മനസ്സിൽ തോന്നിച്ചിട്ട്, ദൈവം അവരോട് ഇടപെട്ടിട്ട്, ദൈവം അവരോട് സംസാരിച്ചിട്ട് അവർ രേഖപ്പെടുത്തുന്നതാണ്. ഒരു വചനം പോലും, ഇതിനകത്തുള്ള ഒരു പുസ്തകത്തിൽ ഒരു വചനം പോലും മനുഷ്യൻ്റെ സ്വന്തം ഇഷ്ടത്തിലല്ല, അതെല്ലാം ദൈവശ്വാസീയമാണ്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. നീ അനേക ജാതികളെ തകർത്ത് കളയും എന്ന് പറയുമ്പോൾ ഞങ്ങൾ മറ്റുള്ള ജാതികളെ തകർത്ത് കളയും എന്നുള്ള മാനുഷിക ചിന്തയിൽ അത് വായിക്കാനില്ല. പക്ഷെ അതിൻ്റെ തെളിവുകൾ ഈ പുസ്തകത്തിൽ തന്നെ അനേക സ്ഥലങ്ങളിൽ ലഭിക്കും. അത് ഇത് ഒരു പ്രവചനമാണെങ്കിൽ മറ്റ് നടന്ന ഒരുപാട് പ്രവചനങ്ങൾ വായിക്കുവാൻ, മനസ്സിലാക്കുവാൻ ഇന്ന് എല്ലാ ജാതികൾക്കും സ്വാതന്ത്ര്യ അവകാശമുണ്ട്.
എന്നിട്ട് പറയാണ്, തകർത്ത് കളയുകയും അവരുടെ ലാഭം യഹോവയ്ക്കും അവരുടെ സമ്പത്ത് സർവ്വഭൂമിയുടെയും കർത്താവിന് നിവേദിക്കപ്പെടുകയും ചെയ്യും. അപ്പം നിവേദിതമായിട്ട് അവരെ കൊള്ളയടിക്കുകയൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ വസ്തുവകളൊക്കെ അങ്ങനെ നശിപ്പിക്കപ്പെടുന്ന ജാതികളുടെ വസ്തുവകളും സ്ഥലവും ദേശവും എല്ലാം ഈ ഇസ്രായേലിനായി മാറുകയും ചെയ്യുന്നൊരു കാലം വരും. അത് ദൈവത്തിനായി നിവേദിക്കുന്ന നിവേദ്യമായിട്ടത് മാറും എന്നുള്ളതാണ് 4-ാം അധ്യായത്തിൻ്റെ അന്ത്യത്തിൽ നമ്മൾ വായിച്ച് അവസാനിപ്പിക്കുന്നത്. 3-ാമത്തെ വായനാഭാഗം ലേഖനകർത്താവ് പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക്, യഹൂദ ക്രിസ്ത്യാനികൾക്ക് അവർക്ക് വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യത്തെ സംബന്ധിച്ച് നിലനിൽക്കാൻ ആവശ്യമായ ബലവും ഒക്കെയും കൊടുത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ചിത്രം വരച്ച് കാണിച്ച് ആണ് കഴിഞ്ഞ 12 അധ്യായങ്ങൾ നമ്മൾ കഴിഞ്ഞത്. ഇത് 13-ാം അധ്യായമാണ് ഇന്നത്തെ 3-ാമത്തെ വായനാഭാഗം. അതോടുകൂടി എബ്രായ ലേഖനം അവസാനിക്കുകയാണ്. 13-ാം അധ്യായത്തിൽ വായിക്കുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതിഥി സൽക്കാരം മറക്കരുത്, സഹോദര പ്രീതി നിലനിൽക്കട്ടെ. അപ്പോൾ അതിഥി സൽക്കാരം മറക്കരുത് എന്ന് പറയുന്നത്, ഈ നമ്മൾ പലപ്പോഴും അതിഥിയായി വരുന്നത് അല്ലെങ്കിൽ നമ്മൾ സൽക്കരിക്കുന്നത് ആരെയാണെന്ന് നമുക്ക് അറിയാനൊക്കത്തില്ല. പലപ്പോഴും നമ്മൾ അതിഥികളെ ചെയ്യുന്നത് നമുക്ക് പരിചയമുള്ള ആൾക്കാരെയാണ്. പരിചയമില്ലാത്ത അതിഥികളെ, ഒരിക്കലും പോലും മുൻപ് കണ്ടിട്ടില്ലാത്ത ആളുകളെ സൽക്കരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്ന് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും. കാരണം ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ കാണുന്നത് പ്രധാനമായും കാണുന്നത് അബ്രഹാമിൻ്റെ കാലത്താണ്. അബ്രഹാമും സാറയും താമസിക്കുന്ന കൂടാരത്തിലേക്ക് 3 മനുഷ്യർ കടന്നു വരികയാണ്. 3 പുരുഷന്മാർ കടന്നു വരികയാണ്. മനുഷ്യരല്ല, പുരുഷന്മാർ. മനുഷ്യരെന്ന് പറയാനൊക്കത്തില്ല. പുരുഷന്മാർ കടന്നു വരികയാണ്. ആ പുരുഷന്മാർ ആരെന്ന് അറിയത്തില്ല, മുമ്പ് കണ്ടിട്ടുമില്ല. അവർ സൽക്കരിക്കുന്നുണ്ട്. ആ സൽക്കാരത്തിൻ്റെ സമയത്താണ് അവർ പറയുന്നത്, അടുത്ത വർഷം ഈ സമയത്ത് സാറ ഒരു മകനെ പ്രസവിക്കുമെന്നുള്ള ആ ഒരു പ്രവചനം, അല്ലെങ്കിൽ അവർക്ക് ഒരു ദർശനം കൊടുക്കുന്നത് അന്നാണ്. അപ്പം അങ്ങനെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ആരാണ് നമ്മുടെ മുമ്പിൽ വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ആ സൽക്കാരത്തിൽ നമ്മൾ കുറവ് കാണിക്കരുത്, ചെയ്തുകൊണ്ടേയിരിക്കണമെന്നാണ്. വിവാഹം മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവൻ. അപ്പോൾ സമ്പത്തിനു പുറകെ, പണത്തിനു പുറകെ ഓടുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകാതിരിക്കട്ടെ. ദൈവം പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന നിങ്ങളായാലും ഞാനായാലും നമ്മളായാലും ഞങ്ങളായാലും ആരായാലും നമ്മളെ ആരും ദൈവം കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അത് വിശ്വസിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതായത് നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ പണം ഉണ്ടാക്കണം, അധ്വാനിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പോകുന്നതിൽ അത് പൂർണ്ണമായും നല്ലതല്ല. അത് വ്യർത്ഥ കാര്യം അത്രേ. ദൈവത്തെ ആശ്രയിക്കാത്ത പോക്ക് ഒരു ദൈവ പൈതലിന് നല്ലതല്ല. അവിടെ പിന്നെ താഴോട്ട് കാണുന്നത്, നിങ്ങളെ ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർത്തുകൊള്ളുക, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. അപ്പോൾ ജീവാവസാനം വരെ അവർ വിശ്വാസത്തിൽ നിന്നവരാണ്. ജീവാവസാനത്തിൽ അല്ലെങ്കിൽ അവർ കഷ്ടവും പ്രയാസവും വന്നപ്പോൾ അവർ വിശ്വാസം വിട്ടുപോയിട്ടില്ല. അതായിരിക്കണം നിങ്ങളുടെ മാതൃക, അതനുകരിപ്പിൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ, മാറ്റമില്ലാത്തവൻ തന്നെ. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. അങ്ങനെ നിങ്ങൾ ഉപദേശത്തിൻ്റെ പുറകെ പോകരുത്. അങ്ങനെ നിങ്ങളെ തെറ്റിക്കാനും വഴിതെറ്റിക്കാനും ഒക്കെ പലരും കടന്നു വന്നിരിക്കും. പക്ഷെ നിങ്ങൾ നേരത്തെ വായിച്ചല്ലോ, നിങ്ങളെ നടത്തിയവരെ, നിങ്ങളെ ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നവരെ, നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരാരും വിശ്വാസം വിട്ടിതുവരെയും പോയിട്ടില്ല. അതുപോലെ നിങ്ങളും ആര് വന്ന് പറഞ്ഞാലും, ആര് നിങ്ങളെ വഴിതെറ്റിക്കാൻ നോക്കിയാൽ നിങ്ങൾ വഴിതെറ്റരുത്. നിങ്ങൾ ഈ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നാണ്. ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാൽ, അതായത് ജഡികമായ പല നിയമങ്ങളുണ്ട്. ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ആഹാരത്തിൽ ഇന്ന ആഹാരം, ഭോജന നിയമങ്ങൾ പലതും പറയുന്നുണ്ട്. ഇന്ന ആഹാരം കഴിക്കരുത്, ഇന്ന ആഹാരം കഴിക്കണം. അത് ആഹാരത്തെ സംബന്ധിച്ചുള്ള കുറേ നിയമങ്ങൾ, അത് നമുക്ക് ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റും. നോയമ്പെന്നും ഒക്കെയും പറഞ്ഞ് ഇറച്ചി കഴിക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ നമുക്ക്. അതൊന്നും ഇവിടെ പറയുന്നത് എന്താണ്? അതൊന്നും ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. ദൈവത്തിൻ്റെ കൃപയാൽ ആ ഹൃദയം ഉറപ്പിക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട്, കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്ന അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്തൊരു യാഗപീഠം നമുക്കുണ്ട്.
മഹാപുരോഹിതൻ പാപഹരിപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ആ യാഗമൃഗം യെരൂശലേമിൻ്റെ കോട്ടയ്ക്ക് വെളിയിൽ പുറത്ത്, നഗരവാതിലിന് പുറത്ത് വെച്ച് ഇത് സംഭവിക്കുന്നത് പോലെ ആണ് ഇവിടെയും യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ചെന്ന് പറയുകയാണ്. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കലേക്ക് ചെല്ലുക. യേശുക്രിസ്തുവിനെ ആ കോട്ടയ്ക്കകത്ത് വെച്ചിട്ടല്ലോ യാഗം കഴിച്ചത്, ഗോൽഗത്ത മലയിലല്ലേ. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ള അത്രയും നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ദൈവത്തിന് യേശുക്രിസ്തുവിലൂടെ സ്തോത്രം അർപ്പിക്കുക എന്നുള്ളതാണ്. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. ഈ വകയാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അപ്പം ദൈവം പ്രസാദിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കട്ടെ. അപ്പോൾ വിശ്വാസത്താൽ തന്നെ ഏതാണ് ഈ ചെയ്യുന്നത്? ഈ നന്മ ചെയ്യുന്നതും കൂട്ടായ്മ കാണിക്കുന്നതും വിശ്വാസത്താൽ തന്നെ. വിശ്വാസത്താൽ അല്ലാതെ ചെയ്യാനൊക്കത്തില്ല, ചെയ്യാനും പാടില്ല. അത് അങ്ങനത്തെ പ്രവൃത്തി ചെയ്യുന്നതും വിശ്വസിച്ചു കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വിശ്വാസത്താൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയൂ എന്നുള്ള വാക്യം ഇവിടെ മാറിപ്പോകുന്നില്ല. അപ്പം പറയാം, അവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യാഗത്താലും നന്മ കാണിച്ചുകൊണ്ടാണ് ദൈവത്തെ പ്രസാദിക്കുന്നത്. ഈ യാഗവും നന്മയും കൂട്ടായ്മ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത് വിശ്വാസത്താലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതും രണ്ടും രണ്ട് വാക്യമായിട്ട് കാണരുത്. രണ്ടും പരസ്പര പൂരകങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. എന്നിട്ട് പറയും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സകലത്തിലും നല്ലവരായി നടപ്പാൻ ഇച്ഛിക്കൊണ്ട് ഞങ്ങൾക്കൊരു നല്ല മനസ്സാക്ഷി ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിശേഷാൽ അപേക്ഷിക്കുന്നു. അവസാനത്തിലേക്ക് വരികയാണ്. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ. ഇതൊരു ആശംസയാണ്, അതിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, അതിൻ്റെ ഒരു കൺക്ലൂഷനാണ് നമ്മൾ ഈ വായിച്ചു വരുന്നത്. അവന് എന്നേക്കും മഹത്വം. ആമേൻ. സഹോദരന്മാരെ, ഈ പ്രബോധന വാക്യം പുറത്തുകൊള്ളുവിൻ എന്ന് അപേക്ഷിക്കുന്നു. അപ്പം ഞാനീ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഇഷ്ടക്കേടുണ്ടാകാം, ചിലപ്പോൾ അതിനകത്ത് കട്ടിയുള്ളതുണ്ടാകാം, അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തതുണ്ടാകാം. നിങ്ങൾ എന്നെ പുറത്തുകൊള്ളുവിനാണ് ഈ പ്രബോധനവാക്യം, എന്നോട് പുറത്തുകൊള്ളുവിൻ എന്നപേക്ഷിക്കുന്നു. ചുരുക്കമായിട്ടല്ലോ ഞാൻ എഴുതിയിരിക്കുന്നത്. സഹോദരനായ തിമോത്തിയോസ് തടവിൽ നിന്നിറങ്ങി എന്ന അറിവിൻ. അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ വന്ന് കാണും. ഇത് ആ പേഴ്സണൽ റിലേഷൻഷിപ്പുള്ള വ്യക്തിപരമായി തന്നെ ആ ജനത്തോട് ബന്ധമുള്ള ആണ് ഈ ലേഖനകർത്താവിന് എന്ന് നമുക്ക് ഇതൊക്കെ വായിക്കും മനസ്സിലാകും. ഞാൻ നിങ്ങളെ വന്ന് കാണും, തിമോത്തിയോസ് തടവിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ രണ്ടും കൂടെ നിങ്ങളെ വന്ന് കാണും എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അത്രയും സ്വാതന്ത്ര്യം, അത്രയും അടുപ്പം ആ ജനവുമായിട്ടുണ്ടെന്ന് കൂടി നമ്മൾ അതിനകത്ത് വായിച്ച് മനസ്സിലാക്കി. നിങ്ങളെ നടത്തുന്നവർക്ക് എല്ലാവർക്കും സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവിൻ. ഇറ്റല്യക്കാർ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. അപ്പം ഇത് എവിടെ നിന്നാണ് എഴുതുന്നതെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഇറ്റല്യക്കാർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം അവസാനിക്കുന്നത്. 13 അധ്യായങ്ങളാണ് ഈ ലേഖനത്തിലുള്ളത്. ലേഖനകർത്താവിനെ സംബന്ധിച്ച് ഇത് പൗലോസ് അപ്പോസ്തലനാണ് എഴുതിയതെന്നുള്ളത് ആണ് ബഹുഭൂരിപക്ഷം ബൈബിൾ പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത്. പക്ഷേ അതിൻ്റെ ടൈറ്റിലിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല. ഇത് എബ്രായർക്ക് എഴുതിയ ലേഖനം എന്ന് മാത്രമേ കാണാനൊക്കെയുള്ളൂ. അപ്പോൾ എബ്രായർ എന്ന് പറയുന്ന യഹൂദയിൽ നിന്ന് ക്രിസ്ത്യാനികളായി വന്ന അവർക്ക് നേരിടുന്ന പ്രലോഭനങ്ങളും അവർക്ക് നേരിടുന്ന പ്രശ്നങ്ങളും പീഡനങ്ങളും ഒരു മടങ്ങിപ്പോക്കിനായിട്ട് അവരെ നിരന്തരം ഇങ്ങനെ ബലം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവരെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അതിൽ നിന്ന് അവരെ മടക്കി അറിഞ്ഞ വിശ്വാസത്തിലേക്ക് യേശുക്രിസ്തുവിൽ തന്നെ നിൽക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു വളരെ ശക്തമായ ഒരു ലേഖനമാണിത്. ഇത് എബ്രായർക്ക് മാത്രമല്ല, അതിനുശേഷം ജീവിച്ചിരുന്ന സകല ക്രിസ്ത്യാനികൾക്കും, സകല ദൈവവിശ്വാസികൾക്കും, സകല ദൈവമക്കൾക്കും അവരറിഞ്ഞ ആ പുതിയ നിയമ വിശ്വാസത്തിൽ നിൽക്കുവാൻ, യേശുക്രിസ്തുവിനെ
അത്ര കണ്ട് കൃത്യമായി നമുക്ക് മറ്റൊരു ലേഖനത്തിനും വായിച്ചെടുക്കാൻ കഴിയാത്ത വിധം ഒരു സുവിശേഷത്തിൽ യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്തെ സുവിശേഷം വായിച്ചാൽ പോലും ഇത്രയും യേശുക്രിസ്തുവിനെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന വേറൊരു പുസ്തകമില്ല. അത്ര കണ്ട് കൃത്യമായ ഒരു വരച്ചുകാട്ടൽ യേശുക്രിസ്തുവിനെ കുറിച്ച്, ആരാണ് യേശുക്രിസ്തു എന്നുള്ളതിനെക്കുറിച്ച് നല്ല അറിവ് തരുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. 3 വായനാ ഭാഗങ്ങളിവിടെ അവസാനിക്കുന്നു. ഈ ഒരു പുസ്തകത്തെ ഓർത്ത് ദൈവത്തെ പ്രത്യേകമായി സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വലിയൊരു കാഴ്ചപ്പാട് തന്ന ഈ ലേഖനകർത്താവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. നമുക്ക് നാളെ പുതിയ വായനാ ഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നമുക്ക് ദൈവകരങ്ങളിൽ സംരക്ഷിതരായിരിക്കാം. ആമേൻ.